കോഴിക്കോട് SFI ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി സ്കൂളിന് അവധി നൽകിയത് വിവാദത്തിൽ. മെഡിക്കൽ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് അവധി നൽകിയത്. സമ്മേളനത്തോട് സഹകരിക്കണം എന്ന SFI ആവശ്യം പരിഗണിച്ചാണ് അവധി നൽകിയത് എന്നാണ് സ്കൂളിന്റെ വിശദീകരണം. സ്കൂളിന് അവധി കൊടുത്തിട്ടില്ല. സ്കൂളിൽ ഇന്ന് രാവിലെ ഒരു 9:45 കൂടി ഒരു 7ഓളം SFI പ്രവർത്തകർ വന്നു. അപ്പോൾ അവരോട് ഞങ്ങൾ കാരണം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളെ അഖിലേന്ത്യാ സമ്മേളനം ടൗണിൽ നടക്കുന്നുണ്ട്, അപ്പോൾ ഒരു റാലി നടക്കുകയാണ്, നഗരത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഞങ്ങൾ പഠിപ്പ് മുടക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്, അപ്പം സ്കൂൾ വിടണം എന്ന് പറഞ്ഞു. ഞങ്ങൾ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോകാതെ കുറേ നേരം നിന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 8, 9, 10 ക്ലാസ്സുകൾ വിട്ടു. ഷഹദ് റഹ്മാൻ ഇപ്പോൾ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ഷഹദ്, അദ്ദേഹം കാര്യം വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ അവധി നൽകാൻ കഴിയുന്ന ഒന്നല്ലല്ലോ ഈ സർക്കാർ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ. ഷഹദ്, ഉന്മേഷ്, ഈ വിഷയത്തിൽ ഹെഡ്മാസ്റ്റർ വിശദീകരിക്കുന്നത്, ഇത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥി സമരങ്ങളൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥി പ്രതിനിധികൾ അല്ലെങ്കിൽ സമരത്തിന്റെ പ്രതിനിധികൾ വന്നിട്ട് പറയും, ഇത്തരത്തിൽ ക്ലാസ് വിടണം, ഇന്ന് സ്ട്രൈക്കാണ് അല്ലെങ്കിൽ ബന്ദാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയും. അവരിവിടെ കിടന്ന് മുദ്രാവാക്യം വിളിക്കും. ആ ഘട്ടങ്ങളിൽ ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് പോലീസിനെ വിവരം അറിയിക്കാറാണ്. കഴിഞ്ഞ തവണയും അതിന് മുൻപത്തെ തവണയും ഒക്കെ തന്നെ ഇതേപോലെ ഇത്തരത്തിൽ വിദ്യാർത്ഥി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ പ്രതിനിധികൾ വരികയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ പോലീസിനെ വിളിച്ചപ്പോൾ പോലീസ് ഉണ്ടായ കാര്യം, അതായത് ഇത്തരം സംഭവങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്ത് വിടണം എന്നുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ, അവർ വരുന്ന ഘട്ടത്തിൽ അവരെ അങ്ങ് വിട്ടേക്ക് എന്ന തരത്തിലാണ് പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്തവണ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് SFIക്കാർ ഇവിടെ വന്ന ഘട്ടത്തിൽ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ഇത്തരത്തിൽ അവർ പറഞ്ഞതനുസരിച്ച് വിടാൻ തയ്യാറായത് എന്നുള്ളതാണ്. മാത്രമല്ല, സ്കൂളിന് പൂർണ്ണമായിട്ടും അവധിയുണ്ട് എന്നുള്ള കാര്യമല്ല പറഞ്ഞത്. അതായത് ഇങ്ങനെ അവരിവിടെ വന്നു, അവരൊരു നോട്ടീസ് തന്നു, ഇങ്ങനെ വിദ്യാർത്ഥികളെ വിടണമെന്ന് ആവശ്യപ്പെട്ടു. ആ ഘട്ടത്തിൽ അവർ ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. ഒരു നിമിഷം ഷഹദ്, ഇപ്പോൾ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അലോഷ്യസ് സേവ്യർ ടെലിഫോണിലുണ്ട്. ശ്രീ അലോഷ്യസ് സേവ്യർ, ഇത് ഇത്തരത്തിൽ ഒരു അവധി നൽകിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനെങ്ങനെയാണ് KSU കാണുന്നത്, ശ്രീ അലോഷ്യസ് സേവ്യർ? ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് SFI ദേശീയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിലെ പ്രിൻസിപ്പലിന് കത്ത് നൽകുന്നു. കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവധി നൽകി ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് അനുവാദം നൽകുന്നു. അതൊരിക്കലും ശരിയായിട്ടുള്ള മുഴുവൻ ക്ലാസ്സുകളും വിടുന്നില്ല എന്ന് ഇപ്പോൾ പ്രിൻസിപ്പൽ അദ്ദേഹം ഹെഡ്മാസ്റ്റർ അറിയിക്കുന്നുണ്ട്. 8, 9, 10 ക്ലാസ്സുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിരുത്ത് അല്ല, സ്വാഭാവികമായിട്ടും ആ ക്ലാസ് മുഴുവൻ വിടുകയാണല്ലോ. സാധാരണഗതിയിൽ ഒരു വിദ്യാർത്ഥി സംഘടനകൾ സമരങ്ങളും മറ്റുമായിട്ട് പഠിപ്പ് മുടക്കോ മറ്റെന്തെങ്കിലും വിദ്യാർത്ഥി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പ് മുടക്ക് സംഘടിപ്പിക്കുമ്പോൾ കത്ത് നൽകുകയും ക്ലാസുകൾ വിടുന്നതെല്ലാം ഒരു പതിവായിട്ടുള്ളതാണ്. എന്നാൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് ആ ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലാസ് വിടുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കീഴ്വഴക്കമാണ്. ആ ക്ലാസ്സിൽ SFIക്കാരായിട്ടുള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ ഉണ്ടെങ്കിൽ അവർക്ക് പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ മുഴുവൻ വിദ്യാർത്ഥികളും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സമ്മേളനത്തിന് നിർബന്ധമായും, അതായത് സ്വാഭാവികമായും ആ ക്ലാസ്സിന് അവധി നൽകുമ്പോൾ ആ വിദ്യാർത്ഥികളെ പ്രകടനമാക്കി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു, എന്നിട്ട് അവർ സമ്മേളനത്തിന്റെ ഭാഗമാകുന്നു. അതൊരു നിർബന്ധിതമായിട്ടുള്ള രീതിയിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ശരിയായിട്ടുള്ള കീഴ്വഴക്കമല്ല. മറിച്ച് ഇതേ സ്കൂളിൽ തന്നെ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സ്കൂളുകളിൽ മറ്റ് വിദ്യാർത്ഥി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSUവും മറ്റു വിദ്യാർത്ഥി സംഘടനകളെല്ലാം കത്ത് നൽകി ഒരു സമരത്തിന്റെ ഭാഗമായി പഠിപ്പ് മുടക്കിന്റെ ഭാഗമായി കത്ത് നൽകുന്നു, അത് വിടുന്നു എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. പക്ഷേ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായി ആ ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾ ആ സമ്മേളനത്തിന് പങ്കെടുക്കണമെന്ന് SFIയുടെ ഒരു നിർബന്ധ ബുദ്ധിയുടെ ഭാഗമായിട്ടാണ് അവിടെ കത്ത് നൽകുമ്പോൾ ഉടനെ തന്നെ മറ്റ് ആലോചനകളൊന്നും കൂടാതെ ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ അതിനെ മുതിരുന്നത് അത് ശരിയായിട്ടുള്ള ഒരു കീഴ്വഴക്കമാണ് എന്ന് KSU കരുതുന്നില്ല. ശരി, നന്ദി ശ്രീ അലോഷ്യസ് സേവ്യർ പ്രതികരണം അറിയിച്ചതിന്. ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് നൽകിയത്.